ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള അതിനൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബർഗറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബണ്ണ് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയത് ബണ്ണാവാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല ഇതുപോലത്തെ ഒരു ബണ്ണ്. അപ്പോൾ അതുപോലത്തെ ബണ്ണ് എടുത്താൽ മതി. ഞാനിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ ബർഗറിനുള്ളിൽ വെക്കുന്നുള്ള ചിക്കൻ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ 4 ബണ്ണിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ എടുത്തു എന്ന് മാത്രം. ചിക്കൻ്റെ അളവ് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ. അപ്പോൾ അതിലേക്ക് ഇതേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ കിടന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാനായിട്ട് നോക്കാം. അപ്പോൾ കണ്ടിന്യൂസ്ലി 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കണ്ടില്ലേ, ഇതേപോലെ പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കൂടുതൽ വേവരുത്, കറക്റ്റ് ഞാൻ പറഞ്ഞ 5 മിനിറ്റ് അങ്ങനെ വെന്താൽ മതി കേട്ടോ. നമ്മൾ ഈ ചിക്കനെ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇതേപോലെ പിച്ചി വയ്ക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിച്ചി എടുത്തിട്ടുള്ള ആ ചിക്കൻ പീസുകളിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബർഗറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ ഇതിൽ മയണൈസ് ഒന്നും ചേർക്കണില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ബർഗറാണ്. അത് വെച്ചിട്ട് ടേസ്റ്റിന് ഒട്ടും മോശമില്ല കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഫ്രൈ ആവരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കുക്കുംബർ കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഈ കുക്കുംബറിലേക്ക് മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ കുക്കുംബറിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 2 നുള്ള ചാറ്റ് മസാല കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില കണ്ടില്ലേ, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട്, നമ്മളിപ്പോൾ എടുക്കുന്ന ചിക്കനിൽ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മല്ലിയില അളവ് കൂട്ടുക, കുക്കുംബറിൻ്റെ അളവ് കൂട്ടുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2 കഷ്ണം ചിക്കനാണ്. 4 ബർഗറിലേക്ക് എനിക്ക് ഇത്ര ഞാൻ എടുക്കണുള്ളൂ. കൂടുതലിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് ബണ്ണ് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലൊന്നും ആയിക്കിട്ടു കേട്ടോ ബട്ടർ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റിക്കാനായിട്ട് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മളെടുത്തിട്ടുള്ള ബണ്ണ് കണ്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് മുറിച്ച് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഈ പാനിലേക്ക് നമുക്കിനി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബണ്ണിൻ്റെ ഒരു സൈഡ് ചൂടായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ ബണ്ണ് ചൂടായി വന്നിട്ടുണ്ട്. ഞാനത് എടുക്കുകയാണ്. ഇനി ബർഗർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഈ വെജിറ്റബിൾസ് ആണ്. ഏകദേശം നമ്മുടെ വീട്ടിൽ നമ്മൾ മേടിച്ചേക്കുന്ന വെജിറ്റബിൾസ് ആണ് ഇതൊക്കെ അല്ലേ. കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, സവാള എല്ലാതും റൗണ്ട് ഷേപ്പിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ബർഗർ ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ബണ്ണിൽ അതിൻ്റെ അടിഭാഗം വരുന്ന ആ പോർഷനിൽ അത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട്
ആദ്യം നിങ്ങൾക്ക് ചീസ് നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു സ്ലൈസ് ചീസ് മൊത്തോടക്കനെ വെക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് വെക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ചീസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് ക്യാരറ്റ് വെച്ച് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പം ഞാനിപ്പോൾ ക്യാരറ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ലെയറായിട്ട് ഞാൻ 2 കുക്കുംബറിൻ്റെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ തൂവി കൊടുക്കുക. അതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് 2 സവാള വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് തൂവി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഈ വെക്കുന്ന ചിക്കൻ്റെ പകരം നമുക്ക് മുട്ട വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ബുൾസൈ ഉണ്ടാക്കിയില്ലേ, ആ ബുൾസൈനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി. ഈ സവാളയുടെ മുകളിൽ ബുൾസൈനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 തക്കാളിയുടെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കുക. അതുപോലെ കുറച്ച് ഉപ്പും തൂവി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള പകുതി ചീസും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫൈനലി ഇതിൻ്റെ ടോപ്പ് ഭാഗത്തുള്ള ബണ്ണിൻ്റെ ഭാഗം കൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബർഗറാണ് ഇത്. ഉണ്ണികൾക്കൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ബർഗറാണ്. ഇപ്പോൾ കുക്കുംബറും ക്യാരറ്റും ഒക്കെ ആകുമ്പോൾ സാലഡ് പോലെ ആവും ചെയ്തു. നമ്മൾ ഇതിൽ മയണൈസും ഉപയോഗിക്കുന്നില്ല, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിക്കുന്ന സമയത്ത് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്ത് കഴിക്കുക വെച്ചാൽ ഒന്നുകൂടും ടേസ്റ്റ് കൂടും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലി ഞാൻ ഇച്ചിരി ഭംഗി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്കറിലൊക്കെ കണ്ടിട്ടില്ലേ ബർഗറിൻ്റെ മുകളിൽ ഒരു ചെറി ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറി ജസ്റ്റ് ഒരു ടൂത്ത് പിക്കിൽ കുത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് വെക്കാണ്ടെയും നമുക്ക് ബർഗർ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ബണ്ണിൻ്റെ അടിഭാഗം വരുന്ന പോർഷൻ വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുക്കുംബർ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് തൂവി കൊടുക്കുക. കുറച്ച് ഉപ്പ് തൂവി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 സവാള സ്ലൈസായി അരിഞ്ഞത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൽ ചീസിലാണെന്ന് പറയുമ്പോൾ ചീസിൻ്റെ ആ ഒരു പോർഷനില്ലേ ആദ്യം വെക്കണ ആ ഒരു സ്റ്റെപ്പ് മാത്രം സ്കിപ്പ് ചെയ്യണമല്ലോ. അത് താഴത്ത് വെക്കണതും മുകളിൽ വെക്കണതും സ്കിപ്പ് ചെയ്യുക, അത്ര തന്നെ. ഇനി കുറച്ച് ചീസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അടിയിൽ മാത്രമായിട്ട് വെക്കുക, അല്ലെങ്കിൽ മുകൾ ഭാഗത്തിൽ മാത്രമായിട്ട് വെക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം തക്കാളി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കുക. അതിനൊപ്പം കുറച്ച് ഉപ്പും കൂടി തൂവി കൊടുക്കുക കേട്ടോ. ഇനി ബ്രെഡിൻ്റെ മുകൾ ഭാഗം വരുന്ന ഒരു പോർഷനില്ലേ അത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചീസ് ഇല്ലാത്ത നമ്മുടെ ബർഗറും റെഡി ആയിട്ടുണ്ട്. ഇതിനെയും ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറി ടൂത്ത് പിക്കിൽ കുത്തിയിട്ട് അതും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീസ് ഇട്ടിട്ടുള്ള ബർഗറും ചീസ് ഇട്ടിട്ടില്ലാത്ത ബർഗറും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. 2 ബർഗറിലാണെങ്കിലും ഞാൻ മയണൈസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല.
അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബർഗറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനായാലും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.